ഡേ 3 അറ്റ് കുലാലംപൂർ ആണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു മുരുകൻ ടെമ്പിൾ വിസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മലേഷ്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുരുകൻ്റെ അമ്പലം ഉണ്ട് എന്നുള്ളത്. ബാട്ടു കേവ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ബാട്ടു കേവ്സ് പോയിട്ട് വേഗം തിരിച്ചു വരാം. ക്യാബ് ബുക്ക് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തി. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് 25 മിനിറ്റോളം ദൂരമുണ്ട് ബാട്ടു കേവ്സിലേക്ക്. അമ്പരച്ചുംബികൾ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. പല കെട്ടിടങ്ങളും ആകാശം തൊട്ട് നിൽക്കുന്ന പോലെയാണ് ഇവിടെ പണിതുയർത്തി വെച്ചിട്ടുള്ളത്. ബാട്ടു കേവ്സ് എത്തിയപ്പോൾ ഞങ്ങൾ കരുതി ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ പോകാമെന്ന്. അങ്ങനെ ഇത് തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു. സാധാരണ ഒരു അമ്പലമുറ്റത്ത് കാണുന്ന എല്ലാ തരത്തിലുള്ള കടകൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് രാമായൺ കേവ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മുരുകൻ്റെ സ്റ്റാച്യു വരുന്ന സ്ഥലം വരുന്നത്. സേലത്തിനടുത്തുള്ള മുരുകൻ്റെ പ്രതിമ വരുന്ന വരെയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ പ്രതിമ എന്നുള്ള റെക്കോർഡ് ബാട്ടു കേവ്സിന് സ്വന്തമായിരുന്നു. 140 അടിയാണ് ഇവിടെയുള്ള മുരുകൻ്റെ പ്രതിമയുടെ ഉയരം. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം മല കയറുന്നില്ല. പകരം അടുത്തുള്ള കടകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മാഗ്നറ്റ്സ് നമുക്ക് വാങ്ങാം. പിന്നെ ഇവിടെ ഒരുപാട് നല്ല ബാങ്കിളിൻ്റെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ വെയിൽ ആറിയപ്പോൾ ഞാനും അമ്മയും പതുക്കെ മല കയറി തുടങ്ങി. ഇടയിലിടയിൽ ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ക്ഷീണം അനുഭവപ്പെടില്ല. പകരം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുകയും ചെയ്യും. ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. ഗൈസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. മല മുകളിലേക്ക് എത്തിയതേ കണ്ടോ. ഇത്രയും സ്റ്റെപ്സ് കയറി നമ്മളെത്തി. 272 സ്റ്റെപ്സാണ് കയറിയത്. ദൈവത്തിന് നന്ദി. കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് കയറിയത്, അതുകൊണ്ട് അധികം ക്ഷീണം അനുഭവപ്പെടുന്നില്ല. കയറി അകത്തേക്ക് വരുമ്പോൾ നല്ല തണുത്ത കാറ്റ്, ഒരു പ്രത്യേക ഫീലാണ്. ഗൈസ്, ഇവിടെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നോക്ക്, ഈ മഞ്ഞുമൽ ബോയ്സിൽ കാണിക്കുന്ന ഗുണ കേവിൻ്റെ അകത്തേക്കൊക്കെ വന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. 18-ാം നൂറ്റാണ്ടിൽ തമ്പുസ്വാമി പിള്ളൈ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അമ്പലം പണിയാനുള്ള പ്ലാനൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ മലയിറങ്ങി ഒരു കരിക്കൊക്കെ കുടിച്ച് 4 സെൽഫിയും എടുത്ത് നമ്മളെ റൂമിലേക്ക് തിരിക്കുകയായി. റൂമിലെത്തി. ഇത്രയും ദിവസത്തെ തുണികളൊക്കെ അലക്കാനുള്ളൊരു ജോലി എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി സമാധാനമാണ്. ലോണ്ട്രി സെക്ഷനിലേക്ക് നേരെ വിട്ടു. ആദ്യം വാഷിന് തുണികൾ ഇട്ട് കഴിഞ്ഞ് പതുക്കെ അതെടുത്ത് ഡ്രൈയിങ് മെഷീനിലേക്ക് ഇടേണ്ടതാണ് നമ്മുടെ ജോലി. പിന്നെ അവർ തരുന്നൊരു ടോക്കൺ ഉണ്ട്, അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ അതിൻ്റെ പണി ചെയ്തോളും. മീൻവൈൽ നമുക്ക് ഇവിടുത്തെ ജിം ഒന്ന് കണ്ടിട്ട് വരാം. അത്യാവശ്യം വേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. വീട്ടിൽ നടക്കാൻ പോലും പഠിക്കുന്ന ആൾ ദേ കാണിക്കുന്ന ഷോ കണ്ടോ ഗൈസ്. അങ്ങനെ തുണികളൊക്കെ കിട്ടി. 1-2 ടോപ്സ് അയൺ ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. ഓരോ ദിവസത്തെ ചിലവുകളും കയ്യിലുള്ള ബാലൻസും കുറിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് പ്ലാൻഡ് ബഡ്ജറ്റിൽ തന്നെ കാര്യങ്ങൾ നിന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നു. ഇന്ന് ഷോപ്പിംഗ് ഡേ ആയതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. ഈ കാണുന്നത് ഒരു തായ് ക്യുസൈനാണ്. അവരുടെ സ്റ്റിക്കി റൈസും 1-2 ചിക്കൻ കോംബോ കറിയുമാണ് എടുത്ത് ട്രൈ ചെയ്തത്. പിന്നെ ഈ കാണുന്ന ക്രോയിസൻ്റ് ഒരു ഫ്രഞ്ച് ഡിഷാണ്. നമ്മുടെ പഫ്സ് പോലെ ഉണ്ടാവും ടേസ്റ്റ്. പിന്നെ ബ്രെഡും ഡബിൾ ഓംലെറ്റാണ് ട്രൈ ചെയ്തത്. പിന്നെ ഒരു ബൗൾ ഫുൾ കോൺഫ്ലേക്സ് ആൻഡ് ഹോട്ട് മിൽക്കാണ് എടുത്തത്. ലോ ഫാറ്റ് മിൽക്കാണ് കോൺഫ്ലേക്സിൻ്റെ ഒപ്പം ഞാൻ എടുത്തത്. അങ്ങനെ വയറ് നിറച്ച് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ റെഡിയായി. ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പൂക്കളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മുടെ ക്യാബ് വന്നു. മോളിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബെൻസിലാണ് കേട്ടോ. മെർസിഡീസ് ബെൻസ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മാളിലേക്ക് പോവാം.
ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ബർജിയ ടൈം സ്ക്വയർ എത്തി. ഈ ബർജിയ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് കുലാലംപൂരിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഒരുപാട് നിലകളുണ്ട്. അതിൽ ആദ്യത്തെ 5 നില മുഴുവനും ഷോപ്പിംഗ് മാളാണ്. ബാക്കിയുള്ള നിലകളിലാണ് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്കും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം. ഒട്ടുമിക്ക രാജ്യങ്ങളുടെ പാക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഒക്കെ കാണുമ്പം എനിക്ക് നാട്ടിലെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഓർമ്മ വരുന്നത്. ശരിക്കും അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള കോൺസെപ്റ്റ് വളരെ വൃത്തിയായിട്ടും സാധാരണക്കാരന് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ബർജിയ ടൈം സ്ക്വയറിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ എന്നെ ഇത്രയധികം അട്രാക്റ്റ് ചെയ്യാൻ കാരണം. ഇവിടുത്തെ എല്ലാ വണ്ടികളിലും ഞാൻ ഈ പൂച്ചക്കുട്ടീനെ കണ്ടു. എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്നൊന്നും അറിയില്ല. അതൊക്കെ പോട്ടെ, നടന്ന് തളർന്ന് ക്ഷീണിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാമല്ലേ. നാട്ടിലെ ഊണ് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ അവർ തട്ടിക്കൂട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. ഞങ്ങൾ അവരുടെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് കോംബോ ആണ് ട്രൈ ചെയ്തത്. സ്റ്റിക്കി റൈസും പടവലങ്ങ ഫ്രൈ ചെയ്തതും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും 4 കൂട്ടം കറികളുമാണ് ഉണ്ടായിരുന്നത്. സാമ്പാർ, ഞണ്ട് കറി, ചിക്കൻ കറി, മീൻ കറി, പിന്നെ ചിക്കൻ വറുത്തത്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് ഗൈസ്. അത്യാവശ്യം ചോക്ലേറ്റ്സും കുഞ്ഞു ടോയ്സും മാത്രമാണ് ഇവിടുത്തെ ഷോപ്പിങ്ങിന് ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തു. പക്ഷേ ഞങ്ങളെ സേഫായിട്ട് ആ ചേട്ടൻ ഹോട്ടലിൻ്റെ മുൻപിൽ തന്നെ ഇറക്കി. പിറ്റേ ദിവസം ടാക്സിക്ക് ആവശ്യമുള്ള 50 റിങ്കറ്റ്സ് മാത്രം ബാക്കി വെച്ച് ബാക്കി എല്ലാ കറൻസിയും സിംഗപ്പൂർ ഡോളേഴ്സിലേക്ക് ഞങ്ങൾ കൺവേർട്ട് ചെയ്തു. സോ ഗൈസ്, ഇന്ന് കൊലാലംപൂരിനോട് ബൈ ബൈ പറയേണ്ട ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് ഇപ്പോൾ 6:30 ആണ് സമയം. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ സിംഗപ്പൂരിലേക്കുള്ള ബസ് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബസ് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് കോറസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ബോർഡിംഗ് പോയിന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വേണം ബസ് ബോർഡ് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ ബസ്സിലെ ക്രൂ മെമ്പർ ഞങ്ങൾക്ക് ബ്ലാങ്കറ്റ്സും ഹെഡ്ഫോൺസും തന്നു. ബസ് നീങ്ങി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഒരു കപ്പ് കാപ്പിയും തന്നു. ഈ കാണുന്ന യെല്ലോ ബസ്സാണ് കേട്ടോ നമ്മുടെ എയറോലൈനിലാണ് നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എയറോലൈൻ ഒരു ലക്ഷറി ബസ് ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ്സ് കുറച്ച് കോസ്റ്റ്ലി ആണ്. സ്റ്റിൽ അത് വർത്ത് ആണെന്നേ ഞാൻ പറയൂ. കാരണം മലേഷ്യ ടു സിംഗപ്പൂർ റോഡ് വേസ് സ്വീകരിക്കുന്നതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. മാത്രമല്ല കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ട് സുഖമായിട്ട് പോവാം നമുക്ക്. ജോഹർ ബഹൂലാണ് നമ്മുടെ ഇമിഗ്രേഷനും ഒരു പാലത്തിൻ്റെ വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പാലമാണ് മലേഷ്യനെയും സിംഗപ്പൂരിനെയും ഡിവൈഡ് ചെയ്യുന്നത്. പാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എമിഗ്രേഷനും പാലത്തിൽ കടന്നു കഴിഞ്ഞതിന് ശേഷം ഇമിഗ്രേഷനും നടക്കും. ഈ കാണുന്നതാണ് സിംഗപ്പൂർ ഇമിഗ്രേഷൻ സെൻറ്റർ ഗൈസ്. ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റിൽ ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ബസ്സിൽ ഞങ്ങൾക്ക് മീൽസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം വെജിറ്റേറിയൻ ആണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് വെജ് ഫ്രൈഡ് റൈസും വെജ് നഗറ്റ്സും കുറച്ച് സോസുമാണ്. കുഴപ്പമില്ലാത്തൊരു മീലായിരുന്നു. ബേസിക്കലി ഞാനൊരു സ്പൈസ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എരിവുള്ള ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ നമ്മുടെ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ കൂടുതൽ കാഴ്ചകളും വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ പോവുകയാണെങ്കിൽ ഈ 2 സ്ഥലങ്ങളിലെ പ്രധാന അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് സ്ക്രീനിൽ.
ഹൈലി ഇൻഫർമേറ്റീവ് ആണ്. പിന്നെ ഇതൊക്കെ കണ്ടു തീർക്കുമ്പോഴേക്കും നമ്മൾ സിംഗപ്പൂർ എത്തി ഗൈസ്. 5 മണിക്കൂർ യാത്രയേ ഉള്ളൂ മലേഷ്യ ആൻഡ് സിംഗപ്പൂർ തമ്മിൽ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നമ്മൾ ഹാർബർ ഫ്രണ്ട് എന്ന സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങി നിൽക്കുകയാണ്. ഇനിയുള്ള സിംഗപ്പൂർ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.